നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്താൻ ധൈര്യം കാട്ടിയ നീ ആരാണ് മകനെ? പാർവതി ഇല്ലേ ഇവിടെ? നിങ്ങൾ ആരാണ് മകനെ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, പാർവതി ഒന്ന് വിളിക്കും. പാർവതിയുടെ ആരാ മനസ്സിലായില്ലല്ലോ. ഞാൻ അവളുടെ എല്ലാമായിരുന്നു. അവളെ എന്നിൽ നിന്നും തട്ടിയെടുത്ത നിങ്ങളോട് ദൈവം ഒരിക്കലും പൊറുക്കില്ല. പാർവതി, പാർവതി. ഓഹോ, അപ്പൊ അണ്ണൻ ആ ആത്മാവിനെ എവിടുന്നോ തട്ടിക്കൊണ്ടുവരികയായിരുന്നു അല്ലേ? ഉണ്ടായിരിക്കട്ടെ കഴുതേ. പാർവതി, അത് നിനക്കല്ലേ അറിയൂ. പാർക്കുട്ടിക്ക് എന്നെ മനസ്സിലായില്ലേ? എന്നെ മറന്നൊന്ന് ഭാവിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? ഇത് ഞാനാ, നിന്റെ ശിവേട്ടൻ. ഇതാണ് സ്ത്രീകളുടെ കുഴപ്പം. ഒരുത്തനെ സ്നേഹിക്കും, എന്നിട്ട് അവനെ വഞ്ചിച്ച് കേളവനായാലും വേണ്ടിയില്ല മറ്റൊരുത്തനെ കേട്ടു. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. എനിക്ക് ഇയാളെ അറിയത്തോലുമില്ല. നിനക്ക് ഇയാൾ അറിയില്ലെങ്കിൽ പിന്നെ ഇയാൾ എന്തിനാ നിനക്ക് കത്തയച്ചത്? അയ്യോ ചേട്ടാ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇയാളെ കാണുന്നേ. ദൈവത്തിന് പോലും പൊറുക്കാൻ പറ്റാത്ത കള്ളം പറയരുത്. ഇപ്പൊ നിനക്ക് എന്നെ മനസ്സിലാവില്ല. കാരണം നീ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. ഭർത്താവിന്റെ മുന്നിൽ വെച്ച് ഇതെന്റെ കാമുകനാണെന്ന് ഒരു സ്ത്രീയും പറയില്ല. പക്ഷേ എന്നോടൊത്തുള്ള ഇന്നലകൾ നിനക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഏത് ഇന്നലെ? എത്ര ഇന്നലകൾ ഓർമ്മയില്ലേ? കൊടൈക്കനാലിലെ 33-ാം നമ്പർ മുറി. അവിടെ ആയിരുന്നില്ലേ നമ്മുടെ ഫസ്റ്റ് നൈറ്റ്? കള്ളം, പച്ചക്കള്ളം. ചേട്ടാ, ഞാൻ കൊടൈക്കനാലിൽ പോയിട്ടേ ഇല്ല. ഇയാൾ പറയുന്നൊന്നും വിശ്വസിക്കരുത്. മുറി നമ്പർ വരെ കൃത്യമായിട്ട് പറയുമ്പോൾ ഞാൻ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? എന്റെ സർവീസരാ. അങ്കുശമില്ലാത്ത ചാബല്യമേ നിന്നെ അങ്ങനെയെന്ന് വിളിക്കുന്നു ഞാൻ. മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചോണ്ടിരിക്കുന്ന അവന്റെ ഒരു ശ്ലോകം. ശാന്തനാകൂ എന്റെ ദൈവമേ. ആ മുറി മാത്രമല്ല ബ്രദർ, കന്യാകുമാരിയിലെ 48-ാം നമ്പർ മുറി. ഞങ്ങളുടെ 4 ദിവസത്തെ ഗന്ധം ഇന്നും അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. തേക്കടിയിലെ 11, കോവളത്തെ 13, കൊച്ചിയിലെ മതി മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. വേണ്ട, നിനക്ക് എന്തും തീരുമാനിക്കാം. ഇവിടെ നിൽക്കുന്നു ഒഴിച്ചു. അപ്പൊ ചേട്ടനൊന്നും വിശ്വാസമില്ലല്ലേ? ഇല്ല, നിന്നെ എന്നല്ല, ഒരു പെണ്ണിനെ എനിക്ക് വിശ്വാസമില്ല. ഇത്രയും ആയ സ്ഥിതിക്ക് ഞാനൊരു സത്യം പറയാം. കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് ഞാനും ശിവേട്ടനും തമ്മിൽ അടുപ്പത്തിലാണ്. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എന്റെ ശിവേട്ടനെ മറന്ന് കോടീശ്വരനായ നിങ്ങളെ ഞാൻ വിവാഹം കഴിച്ചത്. ഇനി എന്റെ ശിവേട്ടനെ കണ്ണീര് കുടിപ്പിക്കാൻ ഞാൻ ഒരുക്കുമല്ല. ആയിട്ടാ നമുക്ക് എങ്ങോട്ട്? ചേട്ടന്റെ വീട്ടിലോട്ട്. ഞാനില്ല. ഇനി നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ചാരിത്ര ശുദ്ധി നഷ്ടപ്പെട്ട ഇവിടെ എനിക്കിനി വേണ്ട. എനിക്ക് വേണ്ട. എന്നാ പിന്നെ ഞാൻ പ്രാർത്ഥനാമുറിയിലേക്ക് പോവുകയാണ്. നാരായണ നാരായണ. എന്നാ ചേട്ടാ, നമുക്കും ഞാൻ വരുന്നില്ല. പിന്നെ എന്തൊക്കെ ഇങ്ങോട്ട് വന്നോ? എന്റെ കഞ്ഞി പാറ്റയിടാനോ? അത് പിന്നെ ഞാൻ പിന്നീട് വരാം. ఎక్కడెక్కడ రూమ్ లో ఉన్నారు చెప్పావు? చెప్పడా దొంగ? కొడైకనాల్లో 33, కన్యాకుమారిలో 40, తేక్కడిలో 10, కొచ్చిలో చెప్పడా దొంగ? ఎందుకు నాకు లెటర్ చేశావు? ఎందుకు నీ వేషం కట్టి ఇక్కడ వచ్చావు? మూర్ఖుడా, దుర్మార్గుడా, నాకు బెదిరిస్తామని వచ్చావనా? నాను గుండూరు పార్వతి కరాటే బ్లాక్ బెల్ట్ తెలుసాడా? చెప్పా, విన్నవా? కుక్కుల, పిల్లిల, గాడిదల, ఏమిట్రా పిచ్చివాడు? ഞാൻ പറയാം. പറയാ. ഇവിടുത്തെ മരുമക്കൾ പറഞ്ഞിട്ടാ ഞാൻ ചെയ്തത്. ഓ, അതാണ് കഥ. വൃത്തികെട്ടവൻ, പോടാ പോടാ. അയ്യോ, ഇന്നെന്താ മുതലാളിക്ക് ഇത്ര സന്തോഷം? അവര് സാഷ്ടാംഗം വീണടോ. എച്ചി ഊറ്റി കുടിച്ചതിന് ശേഷമുള്ള ചണ്ടി പോലെയായി എന്റെ മക്കളും മരുമക്കളും. ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും ഏറ്റു പറഞ്ഞ് അവരെന്നോട് മാപ്പ് ചോദിച്ചടോ. എന്നിട്ട് മുതലാളി കൊടുത്തു. എത്ര വന്നാലും അവരെന്റെ മക്കളും മരുമക്കളും അല്ലേടോ. അപ്പൊ എന്റെ ഐഡിയ ഏറ്റു ഇല്ലേ? ഏറ്റു. ഇത്രയും തന്റെയുള്ള സ്ത്രീകൾ ലോകത്തുണ്ടോ വക്കീലെ? അഭിനയത്തിന് 2 തവണ ആന്ധ്ര ഗവൺമെന്റിന്റെ അവാർഡ് വാങ്ങിച്ച നടിയാ മുതലാളി അവർ ഈ രംഗത്ത് ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഇന്നത്തെ പല ഉർവശിമാര് എന്നേ ഔട്ടായേന്. എന്നിട്ട് എന്താടോ അവര് പിന്നെ ആ വഴിക്ക് തിരിയാഞ്ഞത്? അവർ അഭിനയിക്കാൻ പോണത് ഒരാങ്ങളയ്ക്ക് ഇഷ്ടമല്ലെന്ന്. അവർക്ക് ഈ ലോകത്ത് ആരെങ്കിലും പേടി ഉണ്ടെങ്കിൽ അത് ഒരാങ്ങളയെ മാത്രമാ. അത് ശരി. പിന്നെ അയാൾ അറിയാതല്ലേ ഞാൻ പറഞ്ഞു ഇത്രയും സമ്മതിപ്പിച്ചത്. എന്നിട്ട് നിയന്ത്രണം വിടാതെ എത്ര ഭംഗിയായി അവൾ എന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചു. പിന്നെ സംഗതികളൊക്കെ നേരെ ആയിട്ടുള്ള സ്ഥിതിക്ക് ഇനി ഇവിടെ ഒരു അമ്മായിയമ്മയുടെ ആവശ്യമുണ്ടോ വക്കീലെ? ഇല്ല മുതലാളി. അപ്പൊ ഇനി അവളെ പറഞ്ഞുവിടാലോ? പറഞ്ഞു വിടാം. പക്ഷെ പൊയ്ക്കഴിഞ്ഞാ മക്കളും മരുമക്കളും വീണ്ടും വാല് പൊക്കിയാലോ? അതിന് ഈ കളി അവരൊരിക്കലും അറിയാതെ തന്നെ പോരെ.
പാർവതിയുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് പാർവതി വീട്ടിൽ പോകുന്നു. എത്ര മാരക രോഗമായാലും ഒരിക്കൽ തിരിച്ചു വരേണ്ടതല്ലേ മുതലാളി? അതിനും വഴിയുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി കണ്ടോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാ പോരെ? അതെന്റെ മണ്ടന്മാരായിട്ടുള്ള മക്കൾ വിശ്വസിക്കും. അവര് ചിറ്റമ്മയെ കാണണോ നിർബന്ധം പിടിച്ചാലോ? അമ്മയെ നോക്കി നോക്കി ആ രോഗം ഇവൾക്കും പകർന്ന് ഇവളും മരിച്ചു എന്നാണ് പറയണം. മുതലാളി നേരത്തെ വക്കീലായിരുന്നു, ഇപ്പൊ പ്രമോഷൻ കിട്ടി, ജഡ്ജിയായാലും ഉറപ്പ്. അതൊക്കെ പോട്ടെ, ഈ ഒരു കാര്യം ചോദിച്ചാൽ തനിക്ക് വിഷമം തോന്നുമോ? മുതലാളി ചോദിച്ചോ? തനിക്ക് LLB എന്ന് പറഞ്ഞ ഡിഗ്രി ഉണ്ടാ? ഈ എല്ല് പോലെ ഇരിക്കണം എനിക്ക്. LLB അല്ലാതെ പിന്നെ IPS കിട്ടോ? ദാ, ഞാൻ വിചാരിച്ചതിലും ഭംഗിയായിട്ട് നീ അഭിനയിച്ചു. എനിക്ക് സന്തോഷായി. നമ്മൾ തമ്മിൽ എത്രയാ പറഞ്ഞുറപ്പിച്ചിരുന്നത്? 10,000 മുതലാളി. നീ എനിക്ക് ചെയ്ത ഉപകാരം വളരെ വളരെ വലുതാണ്. അതിന്റെ സന്തോഷത്തിന് ദാ ഒരു 10,000 രൂപ കൂടുതൽ വെച്ചിട്ടുണ്ട്. 10,000 രൂപ? ആ. അയ്യോ, പാർവതി പാർവതി, പാർവതി പാർവതി, ദേ, ഒന്ന് പിടിച്ചു കുലുക്കടോ. മുതലാളിയുടെ മുമ്പ് വെച്ച് എങ്ങനെ ഭാര്യയെ കുലിക്കുന്നത്? കുലുക്കടോ. പാർവതി, 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 പാർവതി. അയ്യോ, തട്ടിപ്പോയോ? ശ്ശോ. എന്റെ വക്കീലെ, എനിക്കൊരു മനസമാധാനമില്ല. എനിക്കും അതില്ല. പക്ഷെ എന്റെ മുഖത്തത് കാണുന്നില്ലെന്നേ ഉള്ളൂ. തട്ടി അങ്ങാനും പോയാ വകുപ്പ് വേറെയാ. എന്റെ ഈശ്വര. ആരാ രാമൻ നായർ? ഞാനാ. പേടിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ? നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണ്. മുതലാളി, 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 മുതലാളിക്കും ഗർഭോ? ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഏത് നേരത്താണോ എന്തോ ഈ വീട്ടിൽ വന്ന് കയറാൻ തോന്നിയത്. മരുമക്കളെ പ്രസവിക്കുന്നതിന് മുൻപ് അമ്മായിയമ്മ പ്രസവിക്കാന്ന് വെച്ചാ ഒറിജിനൽ ആണെങ്കിലും വേണ്ടില്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? മക്കളെ മരുമക്കളെ ഒതുക്കാൻ വേണമെങ്കിൽ ഗുണ്ടകളെ വാടക എടുക്കാം. അതിന് രണ്ടസുണ്ട്. അമ്മായിയമ്മ വേഷം കെട്ടിച്ച് കൊണ്ടുവരാന്ന് വെച്ചാ ഇതും ഒരു ഗുണ്ട തന്നെയാണല്ലോ. ഗുണ്ടൂരുകാരി ഗുണ്ട. അനുഭവിക്കട്ടെ. ആരനുഭവിക്കാൻ? ഇത് നമ്മൾ തന്നെ അനുഭവിക്കണം. ഗർഭിണിയായ സ്ഥിതിക്ക് ഇനി അവള് പൊടിയും തട്ടി പോകാൻ തോന്നുന്നുണ്ടോ? ഇല്ല, ഇനി അവൾ ഈ പടിയിറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അതങ്ങനെ 1 ലക്ഷപ്രഭുവിന്റെ ഗർഭമാ അവൾക്ക് തുളുവിനെ കിട്ടിയിരിക്കുന്നത്. അതാരെങ്കിലും വേണ്ടാന്ന് നോക്കോ? അവളുടെ കാര്യം പോട്ടെ, അത് എനിക്കാണെങ്കിൽ തന്നെ ഞാനത് വേണ്ടാന്ന് നോക്കോ? ദേ, ഒരൊറ്റ തൊഴിൽ വെച്ചിട്ടുണ്ടല്ലോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എടോ വക്കീലെ, ഇത് എന്റെ അല്ല. അത് മുതലാളി പറയരുത്. അത്രയ്ക്ക് മണ്ടനല്ല പുഷ്പാങ്കതൻ. ഉണങ്ങിയിരിക്കുകയാണെങ്കിലും ഞാനും ഒരു വക്കീല. മുതലാളി വിശ്വസിച്ചാൽ ഞാൻ ഈ ചെറ്റത്തരത്തിന് കൂട്ടുന്നത്. മുതലാളി ആത്മസംയമനം കൈവിട്ടു പോകുമെന്ന് ഞാൻ കരുതിയില്ല. എടോ ഉണക്ക വക്കീലെ, എന്റെ ആത്മസംയമനം കൈവിട്ടു പോയിട്ടില്ല. ഭാര്യ ഭർത്താക്കന്മാരായി ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അവളെ ഒരു പെങ്ങളായിട്ട് കരുതിയിട്ടുള്ളൂ. ഒന്ന് ചുമ്മാതിരി മുതലാളി. ഇത് ഞാൻ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുള്ളതാ. അബദ്ധം പറ്റി കഴിയുമ്പോ എല്ലാവരും ഇത് തന്നെ പറയാറുള്ളത്. ഒരു പുരുഷനും ഒരു അന്യ സ്ത്രീയെ സ്വന്തം പെങ്ങളായിട്ട് കാണാൻ കഴിയില്ല. ഇതൊരു ലോക തത്വമാ. എന്നാ പെങ്ങളായിട്ടല്ല, ഞാൻ ഭാര്യയായിട്ടാണ് കരുതിന്ന് വെച്ചോ. കം ടു ദ പോയിന്റ്. എന്നാലും ഇത് സംഭവിക്കില്ല. അതെന്താ? ഞാൻ മച്ചിയാണോ മച്ചി. മൂത്തവന് 10ാം ക്ലാസ്സിൽ പരീക്ഷാ ഫീസ് അടയ്ക്കാൻ കാശില്ലാതെ വന്നപ്പോ ഞാൻ അതവിടെ ചെയ്തടോ. ഓ, അപ്പൊ അതും കഴിഞ്ഞു. മുതലാളി ഒരു വികലാംഗനാണെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഗർഭം ആരുടേതാ മുതലാളി? അതവള് ചോദിച്ചിട്ട് പറയണില്ലല്ലോ. തള്ളയെ വിളിക്കാൻ സാരഥി അയച്ചിട്ടുണ്ടല്ലോ. തള്ളയെങ്കിൽ വരട്ടെ, രണ്ടിലൊന്നും അറിയാം.